നോട്ടം വിട്ടിരിക്കുക. അത് വെട്ടിക്കൊണ്ടേ അവൻ വരത്തുള്ളൂ. സാറേ, ആരാ അത്? ഞാനാ, ഗോപാലൻ. എന്താ ഗോപാല ഈ രാത്രിയില്? ഒരു വിശേഷമുണ്ട് സാറേ. വരതുണ്ണി ഒരു ചന്ദനത്തടി മോഷ്ടിച്ചു. അവനത് കടത്തിക്കൊണ്ട് പോയോ? ഇല്ല. നമുക്ക് വേണ്ടത് ചെയ്യാം സാറേ. ഞാൻ ഇപ്പൊ തന്നെ പോവുക. ഞാനിവിടെ വന്നതും സാറിനെ കണ്ടതും വരതുണ്ണി അറിയണ്ട. എന്നാ ശരി, ഗോപാലൻ പൊയ്ക്കുള്ളൂ. ശരി സാർ. ആരാടാ അത്? ഞാനാ സാറേ, വരതുണ്ണി. ചെങ്ങാട് അടുപ്പിക്കണ. ഈറ്റയാ സാറേ. ഈറ്റ മാത്രമുള്ളൂ, ഞാൻ നോക്കട്ടെ. ചെങ്ങാട ഇങ്ങോട്ട് അടുപ്പിക്ക്. ഇറങ്ങി നോക്ക്. എന്താടാ ഇത്? നീ സർക്കാരിന്റെ ചന്ദനത്തടി മോഷിച്ചു അല്ലേ? കൊള്ളാമല്ലോടാ, പെട്ടെന്ന് പണക്കാരനാകാമല്ലോ. ചെങ്ങാട് അവിടെ ഇട്ട് ഇങ്ങോട്ട് മാറി നിൽക്കടാ. ചെങ്ങാട് വിട്ട് ഇറങ്ങി പോടാ. ഇറങ്ങടാ. താനിവിടെ കാവല് നിൽക്കും. അങ്ങോട്ട് നല്ല ഇനി ഈറ്റ. അതിന് മുതലാളി ഇട്ട വില അല്പം കുറവാ. ഇപ്പൊ ഇത് മതി ഗോപാല. കുറുപ്പ് എന്നൊക്കെ കൂടുതലല്ലേ ഞാൻ തരുന്നത്. അടുത്ത പ്രാവശ്യം കൂടുതൽ കാശ് ഞാൻ തരാം. ചന്ദനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ മുതലാളി? അത് മിക്കവാറും എന്റെ കയ്യിലാവപ്പെടും. അങ്ങനെയാണെങ്കിൽ മുതലാളി എനിക്ക് ഒരാളെ ഉണ്ടാക്കി തരും. ചന്ദനത്തടി വരട്ടെ ഗോപാല, അത് ഞാൻ തന്നെ എടുത്തോളാം. എന്താ? ഞാൻ കുറച്ച് ഈറ്റ വേണം. നെയ്യാ നീറ്റില്ല. നെയ്യണ്ട, ഈറ്റ മുഴുവൻ ഞാൻ മൊത്തമായിട്ട് കൊടുക്കും. മുതലാളി, നെയ്ത്തില്ലെങ്കിൽ കുടുംബം പട്ടിണിയാ മുതലാളി. നെയ്ത്തുകാരൻ എന്നാടാ പട്ടിണി ഇല്ലായിരുന്നിട്ടുള്ളേ? ഒരു കഷ്ണം ഈറ്റ ഞാൻ തരില്ല. പോയിടല്ല. ഇവർക്ക് കുറച്ച് ഈറ്റ കൊടുത്തൂടെ? ഇവർക്ക് നെയ്യണ്ടേ? ഓഹോ, ഞാൻ വില കൊടുത്ത് വാങ്ങി ഈറ്റ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നീ പോടാ ഇവിടുന്ന്. കഷ്ടപ്പാടും ദുരിതവും മനുഷ്യനോട് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. എന്റെ അപ്പന്റെ ചങ്ങാട് ഇന്നോ നാളെ വരും. നിങ്ങൾക്ക് ഞാൻ ഈറ്റ തരാം. ഏതായി പയ്യൻ? നമ്മുടെ വറുതുണ്ണിയുടെ വളർത്തുമോനാ. അവൻ നല്ല ഈറ്റവെട്ടുകാരനാ. അല്ല ഇവനിട്ട് ഞാൻ രണ്ടു കൊടുത്തേനെ. അപ്പൊ ശരി മുതലാളി നിൽക്കേ, ഞാൻ ശ്രമിച്ചല്ലേ. എന്നാ ഞാൻ വരാൻ ഗോപാല. എളുപ്പമാവട്ടെ. എന്താ കുറിപ്പേട്ട? നീ എന്നാ പണിയാ ഗോപാല ഈ കാണിച്ചത്? കാര്യം എന്താ? കാര്യം എന്താന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? നീ ഖാലിദിന് ഈറ്റ കൊടുത്തു. അതിനെന്താ ഗോപാല? നമ്മൾ തമ്മിൽ 10-15 വർഷമായിട്ട് നടന്നു വരുന്ന ബിസിനസ്സായി. നീ ഈറ്റ എനിക്ക് തരാതെ ഖാലിദിന് കൊടുത്തത് ശരിയായില്ല. ഇതൊരു ബിസിനസ് ആണെന്ന് കുറുപ്പിയേട്ടൻ തന്നെ സമ്മതിച്ചല്ലോ. കൂടുതൽ ലാഭമല്ലേ ബിസിനസ്സുകാർ നോക്കുക. ഈറ്റയ്ക്ക് കുറുപ്പിയേട്ടൻ തന്നതിനെക്കാട്ടി കൂടുതൽ വില ഖാലിദ് തന്നപ്പോ ഈറ്റയും ഖാലിദിന് കൊടുത്തു. അടുത്ത പ്രാവശ്യം അതിനെക്കാട്ടി കൂടുതൽ വില കുറുപ്പിയേട്ടൻ തന്നാ ഈറ്റ ഞാൻ കുറുപ്പിയേട്ടന് തന്നെ തരാം. ഓഹോ, നീ ഞങ്ങൾ പേപ്പർ മില്ലിലെ കോൺട്രാക്ടർമാരെ തമ്മിലടിപ്പിച്ച് കാശുണ്ടാക്കാൻ നോക്കുകയാണല്ലേ? അത് നടക്കൂല ഗോപാല. കുറുപ്പിയേട്ടോ, എന്റെ ഈറ്റ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. അത് ചോദിക്കാൻ താനാരാ? ഈറ്റ വെട്ടാൻ പോകുന്ന പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ചാ നീ കാശുണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ ഇവിടെ നടക്കും. എന്നാലേ ആ ചെലവ് നടത്തിയിട്ട് താനീ വാ. ഇപ്പൊ പോണം. ശരി, നമുക്ക് പിന്നെ കാണാം.